വയസ്സിലാണ് കുതിര പഠിക്കണേ? കുതിര 8 തന്നെ. 8 തന്നെ. അപ്പോൾ ഈ വർഷം പഠിച്ചതേ ഉള്ളൂ കുതിരേനെ? ആ. എങ്ങനെയാ പഠിച്ചേ? അത് ഞാൻ ആദ്യം പഠിക്കാൻ കൊടകരയിൽ സൂട്ടോപ്പിയ ഹോഴ്സ് റൈഡിങ് സെന്ററിൽ പോയിരുന്നു. അപ്പം അവിടെ വെച്ചാണ് പഠിച്ചത് കൊടകരയിൽ. അതെന്താ കുതിര പഠിക്കണമെന്ന് ആഗ്രഹം തോന്നി? എന്താ? അത് എൻ്റെ അച്ഛൻ്റെ ഇൻട്രസ്റ്റ് ആണ്. അച്ഛന് കുതിര ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എങ്ങനെ കുതിര പേടി ഉണ്ടായിരുന്നില്ലേ? ഇല്ല, ആദ്യമായിട്ട് ഞാൻ കയറിയപ്പോ എനിക്ക് അത്രയും പേടിയൊന്നും ഉണ്ടായില്ല. ഞാന് എന്നിട്ട് പതൊക്കെ കയറി നടത്തിച്ചു, പിന്നെ ചെറുതായിട്ട് സ്പീഡാക്കി അങ്ങനെയൊക്കെയാ പഠിച്ചേ. അത് ആദ്യം കുതിര മണ്ടയില് ആരാ എടുത്ത് കയറ്റിയേ? കുതിരയില് കയറ്റല് എൻ്റെ അച്ഛനൊക്കെ തന്നെയായിരുന്നു. പിന്നെ സീറ്റൊക്കെ ഇടിച്ചു ഞാൻ തന്നെ കയറാൻ പഠിച്ചു. അങ്ങനെയൊക്കെ ആയിരുന്നു. മൻഹ എന്തുകൊണ്ടാണ് ശരിക്കും കുതിരയെ പഠിപ്പിച്ചേ? മനഹ ശരിക്കും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ചെറുപ്പം മുതൽ കുതിര ഇൻട്രസ്റ്റ് ആയിരുന്നു. നമ്മൾ ചെറുപ്പത്തിൽ കുതിരനെ കാണുന്നത് തന്നെ 5 വയസ്സ് 6 വയസ്സ് 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് കുതിരനെ കാണുന്നത്. അപ്പോൾ മനഹ പിന്നെ ഒന്നുകൂടി ഒന്ന് ബോൾഡ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇങ്ങനത്തെ കുതിരയൊക്കെ ഓടിച്ച് കഴിയുമ്പോൾ ആൾക്ക് കുറച്ച് ധൈര്യമൊക്കെ വരുമല്ലോ. പിന്നെ അവൾ ക്ലാസ്സിലൊന്നും അത്ര മിടിക്കല്ല. അവളെ മിടിക്കാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു ഇത് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ സംഭവം വിജയിച്ചു. അവളിപ്പോൾ മിടിക്കായിട്ടുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ അവൾ ഇപ്പോൾ പഠിക്കാനൊന്നും ഇപ്പോൾ മുന്നത്തേനും നന്നായിട്ടൊക്കെ പഠിക്കുന്നൊക്കെ ഉണ്ട്. ഇപ്പോൾ അവൾ മിടിക്കുകയാണ്. ഇപ്പോൾ അങ്ങനെ ഒരു ടെക്നിക്ക് എങ്ങനെയാണ് പ്രയോഗിക്കാൻ തോന്നിയത്? അല്ല, ഇതൊക്കെ ധൈര്യം ഉണ്ടെങ്കിലല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവൾക്കൊരു സെൽഫ് കോൺഫിഡൻസ് കൊടുക്കുക, അതാണ് ഇതിൽ കൂടെ ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഇവളെ എന്തെങ്കിലുമൊക്കെ ഇവള് കുറുമ്പ് കാണിക്കണമെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ കുതിരനെ വിൽക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിക്കുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞ് പേടിച്ച് കഴിയുമ്പോൾ അവൾ ഇപ്പോൾ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്നുണ്ട്. ഇപ്പം നല്ല മാറ്റമുണ്ട് അവൾക്ക്. മൻഹ പിടിക്കുന്ന സ്ഥലത്ത് തന്നെ കുതിര നിൽപ്പുണ്ട് കുറേ സമയമായിട്ട്. ഇപ്പോൾ നമുക്ക് ഇൻ്റർവ്യൂവിന് ലേപ്പിലൊക്കെ മൈക്കൊക്കെ കുത്തിയിട്ട് നിൽക്കുന്ന സ്ഥലത്ത് തന്നെ കുതിര നിൽക്കുന്നു. അതെങ്ങനെയാ മൻഹ കുതിര അനുസരിക്കണേ? അങ്ങനെ ചോദിച്ചത് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അങ്ങോട്ടും നീങ്ങും, ചിലപ്പോൾ എല്ലായിടത്തും പോകാൻ പോകുമ്പോൾ നമ്മൾ പിടിച്ചു നിർത്തി വളച്ച് പോരണം. സ്പീഡിലൊക്കെ ഓടാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ഓടിക്കുക? ഇതിന് ഗിയറൊക്കെ ഉണ്ട്. ഒരെണ്ണം വാക്ക് എന്ന് പറഞ്ഞാൽ നടക്കും, ത്രോട്ട് എന്ന് പറഞ്ഞാൽ ചാടി പോവും, ക്യാൻഡർ എന്ന് പറഞ്ഞാൽ നന്നായി ചാടി പോവും, പിന്നെ ഗാലപ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഫുൾ സ്പീഡാ. അങ്ങനെ ഓരോ കോഡുണ്ട്, ഗിയേഴ്സ് ഉണ്ട്. ഇതാണ് കുതിരയുടെ ഗിയർ അല്ലേ? അപ്പൊ ഇത് എത്ര വയസ്സായി? കുതിരക്ക് എത്ര വയസ്സായി? 8 തന്നെ. കുതിരയ്ക്ക് 8, മൻഹയ്ക്ക് 8 വയസ്സ്. ഓ, അടിപൊളി. ഒരേ പ്രായക്കാരാണല്ലേ? എങ്ങനെയാ ഈ കുതിര സംഘടിപ്പിച്ച എങ്ങനെയാ? എവിടെ നിന്നാ വാങ്ങിയേ? അത് ആ കുതിരനെ ഓടിക്കാൻ പഠിച്ച സ്ഥലത്തു നിന്ന് തന്നെയാ വാങ്ങിയത്, കൊടകരയിൽ നിന്ന് തന്നെ. അച്ഛൻ പറയണായിട്ടോ ഈ കുതിരയാണ് ഓടിക്കാൻ പഠിച്ചതെന്ന്? അതെ. അപ്പൊ അത് അങ്ങനെ വഴങ്ങും? ഈ കുതിരയുമായിരുന്നു ഞാനിരുന്നൊക്കെ പഠിച്ചിരുന്നത്. അപ്പൊ ആ കുതിര